നവകേരള സദസ്സിനിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി തള്ളി. ഗൺമാൻ അനിൽ കല്ലിയൂരും സുരക്ഷാ സേനയിലെ സന്ദീപുമാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. കേസിൽ പ്രോസിക്യൂഷനെ കോടതി വീണ്ടും വിമർശിച്ചു. മർദ്ദനമേറ്റവർക്ക് കേസിൽ കക്ഷി ചേരാമെന്നും കോടതി പറഞ്ഞു. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി. രഘു, ഇന്നിപ്പോ ഈ സസ്പെൻഷന്റെ വാർത്ത വന്ന ദിവസം തന്നെയാണ് കോടതി ഈ കേസ് പരിഗണിച്ചിരുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് നൽകാതെ, കൂടുതൽ വിവരങ്ങളൊന്നുമുള്ള റിപ്പോർട്ട് നൽകാതെ എങ്ങനെയാണ് ഇങ്ങനെയൊരു ആരോപണങ്ങൾ മാത്രം ഉന്നയിക്കുന്നത് എന്നതടക്കമുള്ള പരാമർശം കോടതിയിൽ നിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് കോടതിയിൽ എന്തൊക്കെയാണ് നടത്തുന്നത്? ശ്രീജ, UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ കേസ് അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ അന്വേഷണ സംഘം നടപടികളുമായി മുന്നോട്ട് പോയി. ഈ പരാതിക്കാരുടെ മൊഴിയെടുത്തു, ദൃക്സാക്ഷികളുടെ മൊഴിയെടുത്തു. ഇതിനിടെയാണ് അനിലും സന്ദീപും മുൻകൂർ ജാമ്യത്തിനായി ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. കോടതി ഇന്ന് കേസ് രാവിലെ പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നോ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നോ റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കുമ്പോൾ റിപ്പോർട്ട് നൽകണമെന്നും പറഞ്ഞു. നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു ഒരു ഹ്രസ്വമായുള്ള റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ അന്വേഷണ സംഘം സമർപ്പിച്ചു. അതിനകത്ത് ഈ കേസിൽ ഈ പ്രതികൾക്കെതിരെ ഏതെങ്കിലും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താനുള്ള സാഹചര്യം നിലവിലില്ല എന്നാണ് പറഞ്ഞത്. എന്ന് മാത്രവുമല്ല, നിലവിൽ ചുമത്തിയിട്ടുള്ള കുറ്റവും ബെയിലബിൾ ആയിട്ടുള്ള, അതായത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ്. അതുകൊണ്ട് ഈ കേസ് അല്ലെങ്കിൽ ഈ ഹർജി പരിഗണിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. മാത്രവുമല്ല, ഈ കേസിൽ ഏതെങ്കിലും രീതിയിൽ മുൻകൂർ ജാമ്യം തേടണമെന്നുണ്ടെങ്കിൽ കീഴ്ക്കോടതിയായിരുന്നു സമീപിക്കേണ്ടത്. പക്ഷേ അതിനുള്ള സാഹചര്യം നിലവിലില്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ വാദം. വാദിഭാഗത്തിൻ്റെയും ഒപ്പം തന്നെ പ്രതിഭാഗത്തിൻ്റെയും അഭിഭാഷകരുടെ വാദം കോടതി കേട്ടു. പ്രതിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് കൃത്യനിർവഹണമായിരുന്നു. നേരത്തെ തന്നെ അന്വേഷണം നടത്തിയതാണ്. രാഷ്ട്രീയ പ്രേരിതമായി കേസ് വീണ്ടും അന്വേഷിക്കുകയാണ്. അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അഥവാ അറസ്റ്റ് ചെയ്താൽ മർദ്ദനമേൽക്കാനുള്ള സാധ്യതയുമുണ്ട്. സമൂഹത്തിൽ മോശക്കാരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരമൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസ് വീണ്ടും അന്വേഷിക്കുന്നത് എന്നുള്ളതായിരുന്നു വാദിഭാഗത്തിൻ്റെ വാദം. പ്രതിഭാഗത്തിൻ്റെ വാദം. എന്നാൽ വാദിഭാഗം പറഞ്ഞത് ഈ കേസ് ആദ്യം കോടതി ഇടപെടൽ ഉണ്ടായിട്ട് പോലും അട്ടിമറിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. കാരണം കോടതി മേൽനോട്ടത്തിൽ ഈ അന്വേഷണം അല്ലെങ്കിൽ കോടതി FIR ഇടാൻ പറഞ്ഞിട്ട് പോലും കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ടില്ല. കേരളം മുഴുവൻ, ലോകം മുഴുവൻ കണ്ട വീഡിയോ ദൃശ്യങ്ങളില്ല എന്ന് പോലും പറഞ്ഞാണ് ഈ കേസ് അവസാനിപ്പിക്കാനുള്ള റഫറൽ റിപ്പോർട്ട് നൽകിയത്. അതുകൊണ്ട് രാഷ്ട്രീയമായ ഇടപെടൽ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചുമതല ലാത്തി കൊണ്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലാത്തി കൊണ്ട് പ്രതിഷേധക്കാരെ മർദ്ദിക്കുക എന്നുള്ളതല്ല. ഇക്കാര്യങ്ങളൊക്കെ വിശദമായി കേട്ട കോടതിയാണ് ഇന്ന് അല്പസമയം മുമ്പ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്, അല്ലെങ്കിൽ ഈ കേസ് പരിഗണിക്കേണ്ടതില്ല എന്ന് ഉള്ള തീർപ്പിലേക്ക് എത്തിയത്. അതിനോടൊപ്പം തന്നെ ഈ പരാതിക്കാർ AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും കേസിൽ കക്ഷി ചേരണമെന്നാവശ്യപ്പെട്ടുള്ളൊരു ഹർജി ഇതിനോടൊപ്പം സമർപ്പിച്ചിരുന്നു. ആ ഹർജി കോടതി അംഗീകരിക്കുകയും ചെയ്തു.